ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ നിന്നും ശരൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ചോറ്റാനിക്കരയിലും കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ച് തുടങ്ങിയോ? ഒരുപാട് കുട്ടികൾ എത്തുന്നുണ്ടോ ചോറ്റാനിക്കരയിലും? അരുൺകുമാർ, എന്തായാലും ഇവിടെ വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കമായിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഒരാൾ ഇപ്പോൾ കരഞ്ഞുകൊണ്ടൊക്കെ ആദ്യാക്ഷരം കുറിക്കുകയാണ്. നേരത്തെ ഭൂരിഭാഗം കുട്ടികളും, ഇവിടേക്ക് എത്തിയ ഭൂരിഭാഗം കുട്ടികളും കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ടാണ് ഇവിടുന്ന് പോരുന്നത്. അപ്പോൾ ആദ്യാക്ഷരം കുറിക്കുമ്പോഴുള്ള ഗുരുക്കന്മാർ വലിയ കഷ്ടപ്പാടാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കാണാൻ കഴിയും. അതായത് ആ നാവിലൊപ്പം തന്നെ അരിയിലും കുറിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ നാവിൽ കുറിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും ഗുരുക്കന്മാർ ഉപേക്ഷിക്കുകയാണ്. അതിനുശേഷം അരിയിൽ കുറിച്ചുകൊണ്ടിപ്പോൾ കുട്ടികളെ ഇവിടുന്ന് ഓരോ കുട്ടികളായിട്ട് അധ്യക്ഷനെ കുറിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇതിൽ നേരത്തെ തന്നെ ഈ പൂജയെടുപ്പ് ചടങ്ങുണ്ടായിരുന്നു. അതായത് കിഴക്കേ നടയിലാണ് 2 മണ്ഡപങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്ന് സരസ്വതി മണ്ഡപമാണ്. സരസ്വതി മണ്ഡപത്തിൽ നേരത്തെ പൂജയെടുപ്പ് ചടങ്ങുകളുണ്ടായിരുന്നു. ആ ചടങ്ങുകൾ പൂർത്തിയായിക്കൊണ്ടാണ് ഇവിടെ വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കമായിരുന്നത്. ഇതിൽ പ്രധാനമായും മേൽശാന്തിയുടെ നേതൃത്വത്തിലാണ് നേരത്തെ ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ 10 ഗുരുക്കന്മാരാണുള്ളത്. ഏകദേശം 700ഓളം കുട്ടികൾ ഇന്ന് ഇവിടെ ആദ്യാക്ഷരം കുറിക്കും. കഴിഞ്ഞ വർഷം 700ഓളം കുട്ടികളുണ്ടായിരുന്നു. അതിൽ കൂടുതൽ കുട്ടികൾ ഇത്തവണ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ കുട്ടികളുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പലരും, നമ്മൾ സാധാരണ ഈ പല ഭാവ വ്യത്യാസങ്ങളാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് ചിലർ ചിരിയോടുകൂടി, ചിലർ പുഞ്ചിരിയോടുകൂടി, ചിലർ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കുട്ടികൾ. ഓക്കെ, താങ്ക് യു ശരൺ. ചോറ്റാനിക്കരയിലും നല്ല തിരക്കാണ്. താങ്ക് യു ശരൺ. കുഞ്ഞുങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി എഴുതുന്നവരുണ്ട്. എന്ത് അവർക്കറിയാമല്ലേ, എന്താണിതെന്ന് പോലും ആ കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. വർഷങ്ങൾക്ക് ശേഷം താൻ നിലവിളിച്ച് കരഞ്ഞതും ഈ പറയുന്നത് പോലെ അക്ഷരത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ കിടന്ന് കരഞ്ഞതും ഒക്കെ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന സമയത്ത് സ്വന്തം കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമായിരിക്കും, പണ്ട് അച്ഛനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുമായിരിക്കും. ഇപ്പോൾ നിൽക്കുന്ന അച്ഛന്മാരും പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അല്ലേ, അന്ന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അച്ഛനമ്മമാരോട് ചോദിച്ചാൽ അറിയാം. കൈയൊക്കെ കടിച്ച് മുറിച്ച് അല്ലേ. എന്നിട്ടാണ് ഇപ്പോൾ കുട്ടികളോട് കേട്ടോ എന്ന് പറയും. പണ്ട് കാലത്ത് എന്തായിരുന്നു എന്ന് വീട്ടിൽ ചോദിച്ചാൽ മതി.